പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ പഠിക്കുക, അത് പഠിപ്പിക്കുക, അതിൻ്റെ പ്രചാരകരാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും മഹത്തമായ അമല് അത് ഇൽമ കൊണ്ട് ശൂലാവുക, ജോലിയാവുക എന്നുള്ളതാണ്. ഇൽമിന് വലിയ മഹത്വങ്ങളാണ് പണ്ഡിത മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ആലിമായ ഒരാൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ആളുകൾ ഒഴുകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഹത്തുക്കൾ അതിന് കൊടുത്തൊരു ഉദാഹരണം, ഒരു നല്ല ഫലമുള്ള വൃക്ഷം, ധാരാളം മാമ്പഴങ്ങളുള്ള ഒരു മാവിൻ്റെ അടുക്കലേക്ക് അത് പഴുത്ത് പാകമായി കഴിഞ്ഞാൽ ആ മാവിലേക്ക് കൂട്ടത്തോടുകൂടെ ധാരാളം കിളികൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ കിളികളുടെ അടുക്കലേക്ക് നമ്മൾ ഫോൺ ചെയ്ത് അറിയിക്കുകയോ അതല്ലെങ്കിൽ കത്തയക്കുകയോ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. അണ്ണാനുകൾ, അതുപോലെ തന്നെ കിളികൾ, മറ്റ് ധാരാളം പറവകൾ അതിലേക്ക് ഓടിയെത്തുന്നത് ധാരാളം ദൂരദിക്കിൽ നിന്ന് ഈ മാമ്പഴത്തിലേക്ക് അതല്ലെങ്കിൽ ഫലമുള്ളൊരു വൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് ധാരാളം കിളികൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെയാണ് ഒരു ആലിമിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഇൽമു പഠിച്ച ഒരു ആലിമ് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പല നാടുകളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന് ഇൽമിൻ്റെ വാഹകർ, ഇൽമിൻ്റെ ദാഹികൾ വരുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഇൽമുകൾ പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ മക്കൾ, പേരമക്കൾ എല്ലാവരെയും ദീനിൻ്റെ ഖാദിമിങ്ങളായി റബ്ബ് തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.